നമസ്കാരം. ചില വീഡിയോകൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു ആമുഖം ആവശ്യമാണ്. നമ്മൾ ഈ മുലപ്പാലെന്ന് പറയുന്നതിനോ മുലക്കച്ച എന്ന് പറയുന്നതിനോ ഒന്നും കുഴപ്പമൊന്നുമില്ല. മുല എന്ന് ഒറ്റയ്ക്ക് പറഞ്ഞു പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു അവസ്ഥ. ടിപ്പു സുൽത്താൻ പണ്ട് മര്യാദയ്ക്ക് മുല മറച്ച് നടന്നു എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല ഞങ്ങൾ തുറന്നിട്ടേ നടക്കുള്ളൂ എന്ന് പറഞ്ഞ ഒരു സമൂഹം ഉണ്ടായിരുന്നു ഇവിടെ. അതുപോലെ മാറുമറയ്ക്കലും മറ്റു കാര്യങ്ങളുടെ സമരവും മറ്റു കാര്യങ്ങളൊക്കെ അറിയാലോ. മറച്ച് നടക്കാൻ പറയുമ്പോൾ ഇല്ല തുറന്നിട്ടേ നടക്കുള്ളൂ എന്ന് പറഞ്ഞ അതാണ് അഭിമാനം, അതാണ് വേണ്ടത് എന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. ഏത് കാലത്താണ് ഈ മുലകള് ലൈംഗിക അവയവമായി മാറിയെന്നറിയില്ല. ഏതായാലും ഇപ്പോൾ അത് ആ രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് വിവാദവുമാണ്. ഇപ്പോൾ അത്തരത്തിലൊരു മുലവിവാദം വന്നതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ തന്നെ പറയുന്നത്. എങ്ങനെ പച്ചയ്ക്ക് പറയാൻ കാരണം, നമ്മൾ സാധാരണഗതിയിൽ സംസാരിക്കുന്നത് മാറ് എന്നാണ്. ആലങ്കാരികമായിട്ടാണ് പറയുക. ആലങ്കാരികമായിട്ട് സംസാരിക്കും. ഈ പച്ചയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ മുലപ്പാലെന്നോ മുലക്കച്ചെന്നോ പറയുന്നത് പോലെ ഒരു രസമല്ല അത് കേൾക്കാൻ. ഒരു അസഭ്യമായിട്ടാണ് പലർക്കും അത് ഫീൽ ചെയ്യുന്നത്. അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലൈംഗിക അവയവമായി മാറിപ്പോയി എന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്. അത് മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ള ആവശ്യമുള്ള ഒരു സംഗതിയാണ്. അതിനെ ഒരു അനാവശ്യ വസ്തുവായിട്ടോ അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും വിധത്തിലോ മോശമായ അർത്ഥത്തിൽ കാണാൻ പാടില്ല എന്നുള്ള പ്രകൃതിയുടെ തത്വം. പക്ഷെ അതേ തത്വം അനുസരിച്ചിട്ടല്ല ഈ ഭൂമിയിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും എന്നതുകൊണ്ട് അതൊരു മോശം വാക്കായിട്ട് ആണ് പലരും പറയുന്നത്. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇതിനകത്ത് ആ വാക്ക് ഉപേക്ഷിച്ചിട്ട് മാറ് എന്നൊരു വാക്ക് തന്നെ ഉപയോഗിക്കാം. കാരണം നമ്മളായിട്ട് ഇനിയിപ്പോ ഇനിയുള്ള തുടർന്നങ്ങോട്ട് പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് വേണ്ട. ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു. വൈറലായ വീഡിയോ ആണ്. കോടിക്കണക്കിന് ആൾക്കാർ കണ്ട ഒരു വീഡിയോ ആണ്. ആ വീഡിയോയുടെ പശ്ചാത്തല സംഗീതമായിട്ട് ഒരു കാമനോട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടൊക്കെ ചേർത്തിട്ടുണ്ട്. സത്യത്തില് എനിക്ക് ആ പാട്ട് കേട്ടപ്പോ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത ആളുടെ അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശശുദ്ധിയാണ് ചോദ്യം ചെയ്യാൻ തോന്നുന്നത്. ആ പെൺകുട്ടിയുടെ മാറിലേക്ക് അയാൾ നോക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അത് കാണുമ്പോൾ ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ റിപ്ലൈ ചെയ്ത് ഇങ്ങനെ കാണുന്നുണ്ട്, വീഡിയോ ഇട്ട് കാണുന്നുണ്ട് എന്നത് സത്യത്തിൽ അവളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലേക്കാണ് നോക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതിന് കാരണം എന്താണെന്നറിയോ? ആ വ്യക്തിയുടെ പ്രായമാണ്. അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് ബ്ലൗസും അതുപോലെ സെറ്റ് സാരിയുമാണ്. ഓണത്തിന് സാധാരണ നമ്മൾ ഉടുക്കുന്ന വേഷമാണ്. അപ്പൊ ഈ വേഷത്തിൽ പോകുമ്പോൾ ഇനി സാരി എങ്ങനെയൊക്കെ പാറിക്കഴിഞ്ഞാലും അതിൻ്റെ ഇടയിൽ കൂടെ ഈ പറഞ്ഞ അതൊന്നും കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാണാൻ കഴിയില്ല. ഇനി അങ്ങനെ ചൂഴ്ന്നു നോക്കാൻ ആരെങ്കിലും ഈ പട്ടാപ്പകൽ ശ്രമിക്കുന്നു വെച്ചാൽ അതും ഇത്ര അടുത്തിരുന്ന് സാധിക്കില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ നോട്ടം നമ്മൾ ശ്രദ്ധിച്ചാൽ, അതിന്റെ കൃഷ്ണമണിയുടെ പോക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അത് ബ്ലൗസിന്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും കാണാൻ വേണ്ടി നോക്കിയതല്ല എന്നും. ആ പെൺകുട്ടിയുടെ കയ്യിൽ, എനിക്ക് ആ പെൺകുട്ടി ആരാന്നൊന്നും അറിയില്ല, ഞാനൊരു ചെറിയൊരു വീഡിയോ ദൃശ്യം കണ്ടതാണ്. അതിന് സെലിബ്രിറ്റി ആണോ മറ്റേതാണോ ഒന്നും എനിക്കറിയില്ല. ഒരു വാർത്തയും കണ്ടു, ജനകോടികൾ കണ്ടു, കോടിക്കണക്കിന് ആൾക്കാർ കണ്ടു എന്നും കേട്ടു. അതും എനിക്കറിയില്ല. ഏതായാലും ഞാൻ എന്റെ പേര് പറയാനോ അല്ലെങ്കിൽ ആ വീഡിയോ ഇവിടെ കാണിക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് ആ പിക്ചർ. അതിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു പിക്ചറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പിക്ചർ കാണുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ആ വീഡിയോ പരിശോധിച്ച് മനസ്സിലാകുന്നത്, അത് ബ്ലൗസിന്റെ ഇടയിൽ കൂടെ സാരിന്റെ ഇടയിൽ കൂടെ ഒന്നും നോക്കിയല്ല. അങ്ങനെ നോക്കുന്നതായി അവൾക്ക് തോന്നുകയാണ്. അത് മാനസിക രോഗം എന്നാണ് പറയാൻ നമ്മൾ ആ ഒരു തോന്നലിന്. തന്റെ മാറിടത്തിലേക്ക് നോക്കാൻ ബാക്കിയുള്ളവർ നോക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി നടക്കുന്നത് ഒരു മാനസിക രോഗമാവാനാണ് സാധ്യത. ഇവിടെ അയാളൊരു സാധു മനുഷ്യനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഒരു നിസ്സംഗനായിട്ടാണ് ഒരാൾ അവിടെ ഇരിക്കുന്നത്. അയാൾ ഇവരുടെ മൊബൈലിലേക്ക് നോക്കുന്നുണ്ട്. ആ മൊബൈലിൽ ഒരു പക്ഷേ സെൽഫി ക്യാം ഓണാക്കി വെച്ചുകൊണ്ട് ഇയാളുടെ വീഡിയോ അടക്കെടുക്കുന്നുണ്ട്. ആ വീഡിയോ അയാളുടെ അനുമതി ഇല്ലാതെ എടുക്കുമ്പോൾ അത് ഇയാൾ നോക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ നോക്കുന്നത്. കാരണം കൃഷ്ണമണിയുടെ ആ ദൃഷ്ടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ബ്ലൗസിന്റെ ഉള്ളിലേക്കല്ല നോക്കേണ്ടത്. അപ്പൊ ഒന്നും കൂടി തലയൊന്ന് ചെരിയണം, ഒന്നുകൂടി കണ്ണിന്റെ കൃഷ്ണമണി താഴണം. അതല്ല, ഒരല്പം ലോങ് വ്യൂ ആയിട്ടാണ് നോക്കുന്നത്, ഒരല്പം സൈഡ് വ്യൂ ആയിട്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് അവളുടെ മാറ് കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും കാണാൻ വേണ്ടിയിട്ടോ അല്ല ആ നോട്ടമൊന്നും, കയ്യിലിരിക്കുന്ന മൊബൈലിലേക്കാണെന്നും സാമാന്യ വ്യക്തികളെ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ നമ്മുടെ സമൂഹത്തിന്റെ ഒരു കുഴപ്പം, ഏതെങ്കിലും ഒരു പെണ്ണൊരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ അതിലൊരു ലൈംഗിക അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുക, അതിനെ ആസ്വദിക്കുക എന്നതൊക്കെ, ആസ്വദിക്കുക സപ്പോർട്ട് ചെയ്യുക രണ്ടും ഉണ്ട്. സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ആസ്വദിക്കുന്ന പരിപാടിയുണ്ട്, അതല്ല സകല പിന്തുണ പറഞ്ഞ് പിന്നാലെ പോകുന്ന പരിപാടി, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ആ മനുഷ്യന്റെ അവസ്ഥയാണ്. അയാൾക്കൊരു കുടുംബം ഉണ്ടാവും, കുട്ടികളുണ്ടാവും, പേരക്കുട്ടികളുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അവരുടെയൊക്കെ മുന്നിൽ ആ മനുഷ്യനെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അവരുടെ നാട്ടിൽ ഈ വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ. അയാൾ മനസ്സവാച കർമ്മണ അറിഞ്ഞിട്ടില്ല. അവളുടെ മൊബൈലിലേക്ക് അയാൾ നോക്കുന്നുണ്ട്. ആ നോട്ടം അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നപ്പോ അയാൾ കണ്ണ് പിൻവലിക്കുന്നുണ്ട്.
എന്നിട്ട് വീണ്ടും ആ ഒരു ഭാഗമാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചിട്ട് കാമനോട്ടം കാമനോട്ടം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഇങ്ങനെ കാമനോട്ടം കാണാൻ വേണ്ടി എന്താണുള്ളത്? അല്ല എന്താണുള്ളത്? എനിക്കൊരൊറ്റ ചോദ്യമേ എൻ്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളോട് ചോദിക്കാനുള്ളൂ. നിങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല ഞാൻ. നിങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല. ഇതൊരു വിവാദത്തിന് വേണ്ടിയുമല്ല. നിങ്ങളൊരു ചുരിദാർ വാങ്ങിയാൽ ആദ്യം എന്താണ് ചെയ്യുന്നത്? ഒരു ചുരിദാർ വാങ്ങിയാൽ നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിക്കും. ഈ സമൂഹത്തിൽ കുറച്ച് പേഴ്സണാലിറ്റി ടൈപ്പുകളുണ്ടെന്നും അതിൽ 1 2 ടൈപ്പ് ഒഴികെ ബാക്കിയുള്ളവർ ഏത് വിധത്തിലാണെന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ട്രെയിനറാണ് ഞാൻ. കുറെ കൊല്ലങ്ങളായി പഠിപ്പിച്ചിട്ട്. അതിന്റെ അർത്ഥത്തിലാണ് തന്നെ ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ നിങ്ങളെ കളിയാക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളൊരു ചുരിദാർ വാങ്ങിയാൽ എന്താണ് ചെയ്യുന്നത്? ഒരു ബ്ലൗസ് അടിച്ച് കിട്ടിയാൽ എന്താ ചെയ്യുന്നത്? അത് ഷെയ്പ്പാക്കും ഇല്ലേ? ആദ്യം നിങ്ങൾ ഏത് ഡ്രസ്സ് അടിച്ചു കഴിഞ്ഞാലും നിങ്ങൾ റെഡിമെയ്ഡ് വാങ്ങിക്കഴിഞ്ഞാൽ അതൊന്ന് ഷെയ്പ്പാക്കും. എന്തിനാണ് നിങ്ങളത് ഷെയ്പ്പാക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഷെയ്പ്പാക്കുന്നത്? നിങ്ങളുടെ ശരീരഘടന അത് വളരെ വ്യക്തമായി മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ്. അത് പ്രദർശിപ്പിക്കുന്നതിന് വേണം. അതിനുള്ള ഒരു ടെൻഡൻസി നിങ്ങളുടെ തലച്ചോറിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇല്ലാന്ന് നിങ്ങൾ എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. അത് മനുഷ്യ സഹജമാണ്. സൗന്ദര്യം പ്രദർശിപ്പിക്കുക എന്നുള്ളത് ഒരു ഘടനയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ സൂര്യകാന്തിയെ പോയി നോക്കുന്നു, മയിലിനെ ആസ്വദിക്കുന്നു എന്ന് പറയുന്നത് പോലെ മനുഷ്യന്മാരിൽ ആ സൗന്ദര്യം കൊടുത്തിട്ടുള്ളത് പെണ്ണിനാണ്, ആണിനല്ല. മറ്റെല്ലാ ജന്തുജാലങ്ങളിലും ജീവജാലങ്ങളിലും ആണിന് സൗന്ദര്യം കൊടുത്തപ്പോൾ സിംഹമായിട്ടും മാനായിട്ടും മയിലായിട്ടും ഇനി കോഴിയാണെങ്കിൽ പൂങ്കോഴിയാണ് കാണാൻ ചൊർക്ക്. ഒന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെ ആ സൗന്ദര്യത്തെ നമ്മൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യരിൽ ആ സൗന്ദര്യം ദൈവം സൃഷ്ടികർത്താവ് എടുത്ത് പെണ്ണിലാണ് ഇട്ടത്. അതുകൊണ്ട് പെണ്ണ് തന്നെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള വിക്രസുകൾ കാണിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് ലൈംഗിക ആക്ഷേപങ്ങളോ അനാവശ്യമായ പ്രദർശനങ്ങളോ കാര്യമല്ല. ചിലർ പ്രദർശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആ രീതിയിൽ കൊണ്ടു നടത്തിട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചിടുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ അതിന്റെ കാര്യമല്ല പറയുന്നത്. നിങ്ങൾ പോലും അറിയാതെ എന്റെ ഈ വീഡിയോ കാണുന്ന സ്ത്രീകൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഷെയ്പ്പാക്കാൻ നിൽക്കുന്നത്? നിങ്ങളെ ബോഡി ആ രീതിയിൽ തന്നെ വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അത് നോക്കുന്നതിന് നിങ്ങൾ എന്തിനാ കുറ്റം പറയുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്കത് കാണാൻ വേണ്ടി അതിന്റെ ആ ഷെയ്പ്പിന് നിൽക്കാൻ വേണ്ടി നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന എന്തിനാ? അത് മറ്റുള്ളവർക്ക് കാണാൻ പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് ലൂസിനെ കിട്ടാ പോരെ? ഷെയ്പ്പ് ആരും കാണില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് ആ ഒരു മോശം അർത്ഥത്തിലല്ല, ഒരിക്കലും ആരെയും മോശമാക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ഞാൻ ചോദിക്കുകയില്ല. ഇത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഈ വീഡിയോ ഞാൻ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ആ പെണ്ണിന്റെ കയ്യിലുള്ള മൊബൈൽ, ഏത് പെണ്ണാന്ന് എനിക്കറിയില്ല, ആ പെണ്ണിന്റെ കയ്യിലുള്ള മൊബൈലിലേക്കാണ് അയാളുടെ നോട്ടം. കാരണം അത് പെട്ടെന്നുള്ള ഇങ്ങനെയുള്ള ഒരു നോട്ടമല്ല നോക്കുന്നത്, ഒരല്പം വൈഡായിട്ടാണ് നോക്കുന്നത്. അതായത് മറ്റൊരാളുടെ മടിയിലേക്ക് ഇരിക്കുന്ന എന്തോ ഒരു വസ്തുവിലേക്കാണ് അയാൾ നോക്കുന്നത് മനസ്സിലാവും, തൊട്ടടുത്തിരിക്കുന്ന ആളുടെ മടിയിൽ. അപ്പോൾ അയാൾ വീഡിയോ എടുക്കുന്നുണ്ടാവും. ആ വീഡിയോയിൽ തന്നെയും കൂടെ കാണുന്നത് കൊണ്ട് അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇല്ലേ? അത്ര തന്നെ ഉള്ളൂ, അതിലപ്പുറത്തേക്കില്ല. പക്ഷെ ഒരു കണ്ടന്റ് ക്രിയേറ്റർക്ക് അതിനെ ഒരു വീഡിയോ വൈറലാക്കി കഴിഞ്ഞാൽ തങ്ങൾക്ക് കുറെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും, കുറെ ഫോളോവേഴ്സിനെ കിട്ടും, പിന്നെ കുറെ റീച്ച് കൂടുതൽ കിട്ടും ഇല്ല. ഇനി അതിന് മോണിറ്റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കാശും കൂടുതൽ കിട്ടും. പക്ഷെ മറുഭാഗത്ത് ഒരു കുടുംബം അനാഥമായി പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അത് ചിന്തിക്കണം. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. സമൂഹ ജീവിയാകുമ്പോൾ ഈ ആധുനിക കാലത്ത് പ്രത്യേകിച്ചും ഇപ്പോൾ പഴയ തലമുറയ്ക്ക് നമുക്കറിയാലോ, ഒരു 2G ഫോണും കീപാഡ് ഫോണൊക്കെ ആൾക്കാർ കൊണ്ടു നടക്കുന്നത്. ഇതേപോലുള്ള വയസ്സും പ്രായമുള്ള ആൾക്കാർക്ക് ഒരു ആൻഡ്രോയിഡ് ഫോണൊന്നും ഉണ്ടാവില്ല, അത് ഉപയോഗിക്കാനും അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്മാർട്ട് ഫോൺ കയ്യിലിരിക്കുമ്പോൾ ആ സ്മാർട്ട് ഫോൺ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ കാണിക്കുന്ന സമയത്ത് അത് നോക്കും. അത്രേ ഉള്ളൂ. ഞാൻ ആ വീഡിയോയിൽ നോക്കുമ്പോൾ അയാളുടെ നോട്ടം ഷോർട്ട് ഡെലിവറി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ എന്റെ തൊട്ടടുത്തിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നോക്കുന്നത്. പക്ഷെ ഇങ്ങനെയല്ല നോക്കുന്നത്. ഈ നോട്ടം ഇങ്ങനെയാണ് നോക്കുന്നത്, ഒരല്പം മുന്നോട്ടാണ് നോക്കുന്നത്. അതായത് മറ്റേ ആളുടെ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ മടിയിലേക്കാണ് നോട്ടം. സ്വാഭാവികമായിട്ടും ആ മടിയുടെ ഭാഗത്ത് കൈ വെച്ചിട്ടുണ്ടാകും. ആ കൈമേൽ ഒരു മൊബൈൽ ഉണ്ടാകും. അതിലെ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ അതിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതോ ഒക്കെ നോക്കിയിട്ടുണ്ടാകും. ആ നോട്ടം ഇഷ്ടപ്പെട്ടില്ല എന്ന് അയാൾക്ക് തോന്നിയ നിമിഷം അയാൾ മുഖം മാറ്റുന്നുമുണ്ട്. അതിനെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് ഇത്ര വൈറലാക്കി ആ കുടുംബത്തെ ആക്ഷേപിക്കാൻ അല്ലെങ്കിൽ അയാളെ നശിപ്പിക്കാൻ ശ്രമിച്ചത് ആ പെണ്ണിന്റെ ഭാഗത്തുള്ള തെറ്റാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ആര് തന്നെ ആയിരുന്നാലും ഏതൊരു സ്ത്രീക്ക് നേരെയും ഏതൊരു അതിക്രമം ഉണ്ടായാലും, സ്ത്രീ എന്നല്ല ഏതൊരു മനുഷ്യന് നേരെയും ഒരു അതിക്രമം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ അതിക്രമത്തിന് ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അതിന് നിയമ നടപടി എടുക്കേണ്ടതുണ്ട്, അതിന് കേസോ വഴക്കോ എന്താ വെച്ചാൽ പോകേണ്ടതുണ്ട്, ശിക്ഷ കൊടുക്കേണ്ടതുണ്ട്. അതൊക്കെ ആവശ്യമാണ്. പക്ഷെ ഇത്തരത്തിൽ അതിന് ക്രിയേറ്റ് ചെയ്യുന്നത് മോശമാണ്. അത് അവനവന്റെ മനസാക്ഷിക്ക് നിരക്കുന്നതല്ല എന്നേ പറയാനുള്ളൂ. Different angles. Don't forget to subscribe and support this channel.